ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോണീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്ലിഫ്റ്റൺ ബ്രിഡ്ജിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ക്ലിഫ്റ്റൺ ഒബ്സർവേറ്ററിയാണ്. അവിടെ തന്നെയായിട്ട് നമുക്കൊരു കേവ് കാണാനുണ്ട്. ജെയിൻസ് കേവ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം £5 വരുന്നത്. അതായത് ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് തന്നെ £5 കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം ഞങ്ങൾ പോയത് അണ്ടർഗ്രൗണ്ടിലേക്കാണ്, അതായത് കേവ് കാണാനാണ് പോയത്. ഈ കേവിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് ഈ കേവ് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈ ബ്രിഡ്ജ് ഏറ്റവും നന്നായിട്ടൊരു വ്യൂ നമുക്ക് കിട്ടുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. ഇതിൻ്റെ താഴത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ കാണുന്ന ഒരു രീതിയല്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒത്തിരി ദൂരം നടക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല അടിപൊളിയാണ്. അടുത്തോളം വരുമ്പോൾ കൊണ്ടുവരാം എന്തായാലും. പക്ഷെ ഇന്നലെ ഇവിടെ വരായിരുന്നു അല്ലേ? അല്ല, നൈറ്റ് വന്നിട്ടുണ്ട് ഈ സെറ്റപ്പ്. കേട്ടോ, കാൽപാത് എന്നാണ് കാൽപാത്. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഏറ്റവും നല്ല വ്യൂ എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നല്ല വ്യൂ ആണ്. നമുക്ക് ഇതിലേക്ക് നേരെ ചെന്ന് കഴിഞ്ഞ് ഒരു ഗ്രില്ലിട്ടൊരു ഏരിയയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കയറി നിൽക്കാനൊക്കെ പറ്റും. അവിടെ നിന്ന് താഴത്തേക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ലൊരു ഹൈറ്റുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ബ്രിഡ്ജിൻ്റെ നല്ലൊരു ഫോട്ടോയും കാര്യങ്ങളും എടുക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്കിത് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇച്ചിരി സീനാണ്. പിന്നെയാണെങ്കിൽ ഈ ഒരു വ്യൂ ആട്ടോ അവിടെ ഉള്ളൂ. വലിയ ഞങ്ങളവിടെ നിന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് കയറി കേട്ടോ. നമ്മൾ വീണ്ടും തിരിച്ച് മുകളിലേക്ക് കയറി. എന്നിട്ട് നമ്മൾ ഒബ്സർവേറ്ററി കാണാൻ പോവാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. അവിടുത്തെ ഇത് രണ്ടും ഒരേ പ്ലേസിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നേരെ മുകളിലും താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നേരെ കയറി കാണും. അങ്ങനത്തെ എളുപ്പമാണ്. രണ്ട് സ്ഥലത്തും ഒറ്റ സമയത്ത് തന്നെ പോകാൻ പറ്റും. എന്താല്ലേ
നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാമറയാണ് ഫുള്ള്. കാര്യങ്ങളൊക്കെ അറിയാം. മിറർ വെച്ചിട്ടുള്ള പരിപാടിയാണ് തോന്നുന്നു അല്ലേ? ഇത് ഈ സൈഡ് ആ സൈഡിലേക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പിടിച്ചാൽ ഫുള്ള് കാണിക്കും. പാതി അഞ്ചനെയും കൊടുത്തേ നീങ്ങും പതിയെ നീക്കിയാൽ മതി. അത് കുറച്ചുകൂടി മേളിൽ പിടിക്കാം, എങ്കിലും പിടിക്കാം. പുറത്ത് നടക്കുന്നത് കാണാൻ പറ്റും. ഇത്ര ഉള്ളു തോന്നുന്നു കേട്ടോ. ഇത്ര ഉള്ളോ? ആണോ? കുറച്ച് ഓയില് ഒഴിച്ച് പതുക്കെ 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 നീക്കി ഒന്ന് കണ്ടു പോട്ടെ. എന്റെ കൈക്കൊള്ളിൽ പിടിച്ചു. ഫോക്കസ് പോയി. ഈ ചേട്ടനേതാ നമ്മൾ കൊടു നടന്നപ്പോ ആരെങ്കിലും ഇത് കൊടു നോക്കിയിട്ടുണ്ടോ? ഫോക്കസ് പോയി. അത് വരും, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ഓടിക്കട്ടെ അല്ലേ? CCTVക്ക് മുന്നുള്ള ഒബ്സർവേറ്ററി പണ്ടത്തെ അകത്ത് നിന്നുകൊണ്ട് വാച്ച് ചെയ്യാം. ആരൊക്കെയാണ്? ഞാനത് ഇത് കണ്ടപ്പോ എന്താ വിചാരിച്ചതറിയോ? മറ്റേ കൊട്ടാളത്തിട്ട് കൊട്ടാന്ന് വിചാരിച്ചു. കൊട്ടാൻ പറ്റിയായിരിക്കും. പണ്ടത്തെ സംഭവങ്ങളെല്ലാം. ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രിസ്റ്റോളിലുള്ള ഒബ്സർവേറ്ററിയും നമ്മുടെ കേവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.